ഡിയർ സ്റ്റുഡൻസ്, മാനുവൽ എക്കണോമിക്സിലെ ഓരോ മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻസ് ആണ്. പൊളിറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് എക്കണോമിക്സ്. ഓയിക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓയിക്കണോമി എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ് അർത്ഥം. ഇനി എക്കണോമിക്സിൻ്റെ മീനിങ് എന്താണ്? എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ദി പ്രിൻസിപ്പിൾ വിച്ച് ഗവേൺ ദി ഫങ്ഷനിങ് ഓഫ് ദി എക്കണോമി ആൻഡ് ഇറ്റ് വേരിയസ് കമ്പോണൻറ്റ്. ഒരു എക്കണോമിയുടെ ഫങ്ഷനെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെ പറ്റിയും അതിൻ്റെ വേരിയസ് കമ്പോണൻസിനെയും പറ്റി പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് വാസ് കൺസിഡേർഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് പൊളിറ്റിക്സ്. ദ ടേം എക്കണോമിക്സ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ഓയിക്കണോമിയ. Economics is the study of the principle which govern the functioning of the economy and its various components. അടുത്തതാണ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ആദ്യത്തെ വെൽത്ത് ഡെഫിനിഷൻ. എക്കണോമിക്സിൻ്റെ ഫാദർ ആയിട്ടുള്ള ആദം സ്മിത്ത് 1776 കൊണ്ടുവന്നതാണ് വെൽത്ത് ഡെഫിനിഷൻ. അടുത്ത വെൽഫെയർ ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ 1890 കൊണ്ടുവന്നതാണ് വെൽഫെയർ ഡെഫിനിഷൻ. അടുത്ത സ്കാർസിറ്റി ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷനെയും വെൽഫെയർ ഡെഫിനിഷനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പ്രൊഫസർ ലോണൽ റോബിൻസ് 1932 കൊണ്ടുവന്നതാണ് സ്കാർസിറ്റി ഡെഫിനിഷൻ. അടുത്ത ഗ്രോത്ത് ഡെഫിനിഷൻ 1948 പ്രൊഫസർ പോൾ എ സാമുൽസൺ കൊണ്ടുവന്നതാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അടുത്ത സ്കോപ്പ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ സ്കോപ്പിനെ പറ്റി ഓരോ എക്കണോമിസ്റ്റും വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരുന്നു വെച്ച് പുലർത്തിയിരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് സബ്ജക്റ്റാണ്. അതോടൊപ്പം തന്നെ എക്കണോമിക്സ് ഹ്യൂമൻ ബിഹേവിയർ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ നമുക്കറിയാം. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് എക്കണോമിക്സിൻ്റെ സ്കോപ്പിനെ പറ്റി ഓരോ എക്കണോമിസ്റ്റിനും വ്യത്യസ്ത വ്യൂസ് വരാനായിട്ട് കാരണം. ആദ്യത്തേതാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആദം സ്മിത്ത്, JB സെയ്സ്, JS മില്ല് ഇവരൊക്കെ പറഞ്ഞത് എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വെൽത്താണ്. അതായത് വെൽത്തിനെ പറ്റി പഠിക്കുന്നതാണ് എക്കണോമിക്സ്. എന്നാൽ നിയോ ക്ലാസിക്കൽ തിങ്കറായിട്ടുള്ള മാർഷൽ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൂടി എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനിൽ ആഡ് ചെയ്തുകൊണ്ട് അതിന് പുതിയൊരു ഡൈമെൻഷൻ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അതായത് നമ്മുടെ വെൽത്ത് ഡെഫിനിഷൻ. അടുത്ത് പ്രൊഫസർ റോബിൻസ് എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൂടി ആഡ് ചെയ്ത് അതിനെ വീണ്ടും ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്കാർസിറ്റി ഡെഫിനിഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്ന അൺലിമിറ്റഡ് ആണ്, പക്ഷേ നമ്മുടെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് റിസോഴ്സിന് ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഇതാണ് സ്കാർസിറ്റി ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അടുത്ത എക്കണോമിക്സ് ആസ് എ സയൻസ് ഓർ ആൻ ആർട്ട്. അപ്പോൾ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്ന സയൻസുമാണ് ആർട്ടുമാണ്. എക്കണോമിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ആ സയൻസ് ഇറ്റ് ഫോർമുലേറ്റ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു സയൻസ് ആണെന്ന് പറയാം. വൈൽ ആസ് ആൻ ആർട്ട് ഇറ്റ് പ്രിസ്ക്രൈബ് ഐഡിയൽ സൊല്യൂഷൻ ടു വേരിയസ് പ്രോബ്ലം. വ്യത്യസ്ത പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ എക്കണോമിക്സ് നൽകുന്നു. അതുകൊണ്ട് അതിനൊരു ആർട്ടാണെന്ന് പറയാം. അടുത്തതാണ് എക്കണോമിക്സ് ആസ് എ പോസിറ്റീവ് സയൻസ് ഓർ എ നോർമേറ്റീവ് സയൻസ്. എക്കണോമിക്സ് ഒരു പോസിറ്റീവ് സയൻസ് ആണോ അതോ നോർമേറ്റീവ് സയൻസ് ആണോ? അപ്പോൾ എന്താണ് പോസിറ്റീവ് സയൻസ്, എന്താണ് നോർമേറ്റീവ് സയൻസ്? പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽ വിത്ത് വാട്ട് ഈസ്. ഇപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സിൽ ഒരു കാര്യം എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ ഹൈ ഇൻ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ കൂടുതലാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ, അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമാക്കുന്നില്ല. അടുത്താണ് നോർമേറ്റീവ് എക്കണോമിക്സ്. നോർമേറ്റീവ് എക്കണോമിക്സ് ഡീൽ വിത്ത് വാട്ട് ഓട്ട് ടു ബി. ഒരു കാര്യം എന്തായിരിക്കണം എന്നാണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ അഫക്റ്റ് എക്കണോമിക് ഗ്രോത്ത്.
ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യത്തിൻ്റെ കാരണമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. പോസിറ്റീവ് എക്കണോമിക്സിൽ ഒരു കാര്യം എന്താണെന്ന് പറയുന്നു, വാട്ട് ഈസ്. നോർമേറ്റീവ് എക്കണോമിക്സിൽ വാട്ട് ഓട്ട് ടു ബി, അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുന്നു. മൈക്രോ എക്കണോമിക്സ്. ദ ടേം മൈക്രോ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് മൈക്രോസ് വിച്ച് മീൻ സ്മാൾ. മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. മൈക്രോസിൻ്റെ അർത്ഥം സ്മാൾ എന്നാണ്. മൈക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനാലിസിസ് വിച്ച് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റിൻ്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സ്. അടുത്ത സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ തിയറി ഓഫ് ഡിമാൻഡ്, രണ്ടാമത്തെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, മൂന്നാമത്തെ തിയറി ഓഫ് പ്രോഡക്റ്റ് പ്രൈസിങ്, നാലാമത്തെ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്, അഞ്ചാമത്തെ തിയറി ഓഫ് എക്കണോമിക് വെൽഫെയർ. ആദ്യത്താണ് തിയറി ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഇപ്പോൾ ഡിമാൻഡിനെ പറ്റി നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഇപ്പം പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സ് അല്ലേ. വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കമ്പൈൻ ചെയ്ത് ലീസ്റ്റ് കോസ്റ്റിൽ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ പഠിക്കുന്ന. ഇതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അടുത്ത തിയറി ഓഫ് പ്രോഡക്റ്റ് പ്രൈസിങ്. ഒരു പ്രോഡക്റ്റിന് നമ്മൾ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യും, അതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ടല്ലേ. അതൊക്കെയാണ് നമ്മൾ തിയറി ഓഫ് പ്രോഡക്റ്റ് പ്രൈസിങ്ങിൽ പഠിക്കുന്നത്. അടുത്ത തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ കൊടുക്കണം. അത് തീരുമാനിക്കുന്നതാണ് തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്ങിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഏതൊക്കെയാണ് കൊടുക്കുന്നത്? ലാൻഡിന് റെൻറ്റ് കൊടുക്കണം, ലേബറിന് വേജസ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കണം. അടുത്ത തിയറി ഓഫ് എക്കണോമിക് വെൽഫെയർ. ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ വെൽഫെയർ, പ്രൊഡ്യൂസറിൻ്റെ വെൽഫെയർ, വർക്കേഴ്സിൻ്റെ വെൽഫെയർ, ഇത്തരം കാര്യങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ വരുന്നു. മാക്രോ എക്കണോമിക്സ്. ദ ടേം മാക്രോ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് മാക്രോസ് വിച്ച് മീൻസ് ലാർജ്. മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. മാക്രോസിൻ്റെ അർത്ഥം ലാർജ് എന്നാണ്. മാക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനാലിസിസ് വിച്ച് സ്റ്റഡി ദ എക്കണോമി ആസ് എ ഹോൾ. എക്കണോമി മൊത്തത്തിൽ പഠിക്കുന്ന എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്ത സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. പ്ലസ് ടുവിന് നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണോ പഠിച്ചെങ്കിൽ അവിടെ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടല്ലേ, മാക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെയാണ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഏതൊക്കെയാണ്? നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, മോണിറ്ററി തിയറി. മോണിറ്ററി തിയറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പണവുമായി ബന്ധപ്പെട്ട തിയറീസ് അല്ലേ. മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്ററി അതോറിറ്റിയുടെ പോളിസി. നമ്മുടെ മോണിറ്ററി അതോറിറ്റി ഏതാണ്? സെൻട്രൽ ബാങ്ക്, RBI. ഓക്കെ. അടുത്ത ജനറൽ പ്രൈസ് ലെവൽ, ബിസിനസ് സൈക്കിൾ. നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂളാണ് ബിസിനസ് സൈക്കിൾ. തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്, മാക്രോ ഡിസ്ട്രിബ്യൂഷൻ തിയറി, ഇൻ്റർനാഷണൽ ട്രേഡ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതൊക്കെ. ഇത്തരം കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ വരുന്നത്. അടുത്തതാണ് മാനേജറിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് കൺസെപ്റ്റ്, തിയറീസ്, ടൂൾസ് ആൻഡ് മെത്തഡോളജി ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റ്, തിയറീസ്, ടൂൾസ്, മെത്തഡോളജി ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ദ മാനേജർ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രാക്ടീസ് ആൻഡ് തിയറി. ഇത് മാനേജറിനെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രാക്ടീസിനും തിയറിക്കും ഇടയിൽ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്നു. അടുത്താണ് ഡെഫിനിഷൻ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലുമൊക്കെ ടേമിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഓതറും എന്താണോ പറയുന്നത് അതേ കാര്യം തന്നെ എഴുതണം. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാൻ പാടില്ല. ആ ഓതർ എന്താണോ പറയുന്നത് അതേ കാര്യം തന്നെ നിങ്ങൾ അതുപോലെ കോട്ട് ചെയ്യണം.
According to Douglas, managerial economics is concerned with the application of economic principles and methods to the decision-making process within the firm or organization. It seeks to establish rules and principles to facilitate the attainment of the desired economic goals of the management. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഒന്നാമത്തെ മൈക്രോ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്? ഒരു മൈക്രോ എക്കണോമിക്സ് ആണ്. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജറിയൽ എക്കണോമിക്സ് ഒരു മൈക്രോ എക്കണോമിക്സ് ആണെന്ന് പറയാം. ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്? ഒരു ആർട്ടും ആണ്, ഒരു സയൻസും ആണ്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. മാനേജറിയൽ എക്കണോമിക്സിന് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ റിസർച്ച്, മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നു. അടുത്ത ഡിസിഷൻ മേക്കിംഗ്. മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ദ ബിസിനസ് മാനേജർ ടു ടേക്ക് ഡിസിഷൻ റിലേറ്റിംഗ് ടു ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ് ആൻഡ് ടു പ്രിപ്പയർ പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി, ഫ്യൂച്ചർ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാനേജറിയൽ എക്കണോമിക്സ് ബിസിനസ് മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. മാനേജറിയൽ എക്കണോമിക്സിന് എന്തുണ്ട്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇറ്റ് ഡീൽ വിത്ത് ദ അനലൈറ്റിക്കൽ ടൂൾസ് ദാറ്റ് ഹെൽപ്പ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അനലൈറ്റിക്കൽ ടൂൾസുമായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നു. അടുത്ത സോഷ്യൽ സയൻസ്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സയൻസ് ആണ്. ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ ദി സൊസൈറ്റി ലൈക്ക് കൺസംഷൻ, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കൺസംഷൻ, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ എവിടെ പഠിക്കുന്നു? മാനേജറിയൽ എക്കണോമിക്സിൽ പഠിക്കുന്നു. അടുത്ത നോർമേറ്റീവ്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോർമേറ്റീവാണ്. ഇറ്റ് മേക്ക് വാല്യൂ ജഡ്ജ്മെൻറ്റ് ആസ് ടു വാട്ട് ഷുഡ് ആൻഡ് വാട്ട് ഷുഡ് നോട്ട് ടു ബി ഡൺ. എന്ത് കാര്യം നമ്മൾ ചെയ്യണം, എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ മാനേജറിയൽ എക്കണോമിക്സിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അതൊരു നോർമേറ്റീവ് സയൻസ് ആണെന്ന് പറയാം. നോട്ട് ആൻ എക്സാക്റ്റ് സയൻസ്. മാനേജറിയൽ എക്കണോമിക്സ് എന്തല്ല? ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള സയൻസ് അല്ല. അതായത് മാനേജറിയൽ എക്കണോമിക്സ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇറ്റ് മേ വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ഫ്രം കൺട്രി ടു കൺട്രി. ആപ്ലിക്കേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സ് ഒരു മൈക്രോ എക്കണോമിക്സ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. എങ്കിലും മാക്രോ എക്കണോമിക്സും മാനേജറിയൽ എക്കണോമിക്സിൽ എന്താണ്? ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജറിയൽ എക്കണോമിക്സ് ആൻഡ് ട്രഡീഷണൽ എക്കണോമിക്സ്. ഒന്നാമത്തെ മീനിങ്. മാനേജറിയൽ എക്കണോമിക്സ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് കൺസെപ്റ്റ്, തിയറി, ടൂൾസ് ആൻഡ് മെത്തഡോളജീസ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എക്കണോമിക് കൺസെപ്റ്റും തിയറിയും ടൂൾസും മെത്തഡോളജിയൊക്കെ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്ത ട്രഡീഷണൽ എക്കണോമിക്സ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി പ്രിൻസിപ്പിൾ വിച്ച് ഗവേൺ ദി ഫങ്ഷനിങ് ഓഫ് ആൻ എക്കണോമി ആൻഡ് ഇറ്റ്സ് വേരിയസ് കമ്പോണൻറ്റ്. ഒരു എക്കണോമിയുടെ ഫങ്ഷനെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെ പറ്റിയും അതിൻ്റെ വേരിയസ് കമ്പോണൻസിനെ പറ്റിയും പഠിക്കുന്നതാണ് ട്രഡീഷണൽ എക്കണോമിക്സ്. അടുത്ത കവറേജ്. മാനേജറിയൽ എക്കണോമിക്സ് മൈക്രോ ഇൻ ക്യാരക്ടറാണ്. ട്രഡീഷണൽ എക്കണോമിക്സ് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ഇൻ ക്യാരക്ടർ ആണ്. അടുത്ത ആസ്പെക്റ്റ്. മാനേജറിയൽ എക്കണോമിക്സ് പ്രാക്ടിക്കൽ ആസ്പെക്റ്റുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ട്രഡീഷണൽ എക്കണോമിക്സ് തിയറിറ്റിക്കൽ ആസ്പെക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. അടുത്ത നാച്ചുറൽ. മാനേജറിയൽ എക്കണോമിക്സ് നോർമേറ്റീവ് സയൻസ് ആണ്. ട്രഡീഷണൽ എക്കണോമിക്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ് ആണ്. അടുത്ത തിയറി യൂട്ട്. മാനേജറിയൽ എക്കണോമിക്സിൽ പ്രോഫിറ്റ് തിയറിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ട്രഡീഷണൽ എക്കണോമിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ തിയറി സച്ച് ആസ് റെൻറ്റ്, വേജസ്, പ്രോഫിറ്റ് എക്സെട്ര. അടുത്ത ബേസിസ്. മാനേജറിയൽ എക്കണോമിക്സ് എംബസിസ് ഓൺ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫേം, നാച്ചർ ഓഫ് മാനുഫാക്ചർ എക്സെട്ര. ട്രഡീഷണൽ എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻ. അടുത്ത മോഡൽസ്. മാനേജറിയൽ എക്കണോമിക്സ് എക്കണോമിക് മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നു. എക്കണോമിക് തിയറി എക്കണോമിക് മോഡൽ ബിൽഡ് ചെയ്യുന്നു. അടുത്ത ഡിസിഷൻ. ഇറ്റ് കൺസിഡേർഡ് ബോത്ത് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം വൈൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജറിയൽ എക്കണോമിക്സിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എക്കണോമിക് ആസ്പെക്റ്റും നോൺ എക്കണോമിക് ആസ്പെക്റ്റും കൺസിഡർ ചെയ്യുന്നു. ട്രഡീഷണൽ എക്കണോമിക്സ് കൺസിഡർ ഓൺലി എക്കണോമിക് ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം വൈൽ ഡിസിഷൻ മേക്കിംഗ്. ഇനി ട്രഡീഷണൽ എക്കണോമിക്സിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് എക്കണോമിക് ആസ്പെക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അടുത്ത സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. നമ്മൾ ഈ മാനേജറിയൽ എക്കണോമിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ അതാണ് ഇതിൻ്റെ സ്കോപ്പായിട്ട് വരുന്നത്. ഒന്നാമത്തെ ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂച്ചർ ഡിമാൻഡ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക.
അടുത്താണ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇനി സപ്ലൈ അനാലിസിസ് എന്തൊക്കെ വരും? സപ്ലൈ ഷെഡ്യൂള്, സപ്ലൈ കർവ്, സപ്ലൈ ഫങ്ഷൻ, ലോ ഓഫ് സപ്ലൈ, അതിൻ്റെ ലിമിറ്റേഷൻ, ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളാണ് സപ്ലൈ അനാലിസിസിൽ വരുന്നത്. കോസ്റ്റ് അനാലിസിസ്. മാനുവൽ എക്കണോമിക്സ് ഡിഫറൻറ്റ് കോസ്റ്റ് കൺസെപ്റ്റുകളെ അനലൈസ് ചെയ്യുന്നു. ഇത് കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വേരിയസ് ഡിറ്റർമിനൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. അടുത്ത പ്രൈസിങ് ഡിസിഷൻ പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തിനും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. അടുത്ത ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി എന്ന് വെച്ചാൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ്. ഒരു ഓർഗനൈസേഷനിൽ ഇൻവെൻട്രി കൂടി നിൽക്കാനും കുറഞ്ഞു നിൽക്കാനും പാടില്ല. ഈ ഒരു ലെവലിൽ മാനേജ് ചെയ്യണം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇൻവെൻട്രി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്ത പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്. മാനുവൽ എക്കണോമിക്സ് പ്രോഫിറ്റ് പ്ലാനിങ്ങിനും പ്രോഫിറ്റ് മാനേജ്മെൻറ്റിനും സഹായിക്കുന്നു. അടുത്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. മാനേജർ എഫക്റ്റീവായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി അദ്ദേഹം മാനേജൽ എക്കണോമിക്സിൻ്റെ സഹായം തേടുന്നു. ഇത്രയാണ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അടുത്താണ് ആപ്ലിക്കേഷൻ ഓഫ് ദി എക്കണോമിക് തിയറീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ഏരിയാസ് വെയർ എക്കണോമിക് തിയറി ക്യാൻ ബി അപ്ലൈഡ് ഫോർ ദി ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തിയറീസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തിയറി ഓഫ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഇസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിനെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. The demand theory explains consumer behavior. The theory helps to understand changes in consumer behavior when there is change in the price of the commodity, consumer income, taste and fashion. ഇപ്പം കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ടേസ്റ്റിൽ അല്ലെങ്കിൽ ഫാഷനിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ കൺസ്യൂമർ ബിഹേവിയറിൽ എന്ത് ചേഞ്ച് സംഭവിക്കുന്നു എന്ന് പഠിക്കാനായിട്ട് ഈ ഒരു തിയറി സഹായിക്കുന്നു. അടുത്ത തിയറി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ് ആ റിസോഴ്സ്. അപ്പോൾ ഈ ലിമിറ്റഡ് റിസോഴ്സിന് എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസോഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അടുത്ത കോസ്റ്റ് തിയറി. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റി, കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും, കോസ്റ്റും പ്രോഫിറ്റും ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നല്ലൊരു നോളജ് ഒരു ഫേമിന് ഉണ്ടായിരിക്കണം. അടുത്താണ് തിയറി ഓഫ് പ്രൈസ്. ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് മാനേജൽ എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് മാനേജർ ആ സാധനത്തിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മാർക്കറ്റ് സിസ്റ്റം ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപോളി, മൊണോപൊളിറ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി, ഇത്തരത്തിലുള്ള മാർക്കറ്റ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോ മാർക്കറ്റ് സിസ്റ്റത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. അടുത്ത തിയറി ഓഫ് പ്രോഫിറ്റ്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് വേണം. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൈൻ ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റില്ല. ഫ്യൂച്ചർ അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങും മെഷർമെൻറ്റും ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. അടുത്ത തിയറി ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻസ് ആണ്, അല്ലേ? അപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ലാതെ ഒരു ബിസിനസ്സിന് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ക്യാപിറ്റലിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുക എന്നതാണ് ഒരു മാനേജറിൻ്റെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്. അപ്പം എത്ര രൂപ ക്യാപിറ്റൽ വേണം, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഒരു മാനേജർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് പോകണം. ഇത്രയാണ് ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിസ്റ്റ് ഇൻ ബിസിനസ്. ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കുക. ഇത് രണ്ടുമാണ് ഒരു മാനേജറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനേജർ കണ്ണും അടച്ചുകൊണ്ട് തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ ബേസിലാണ് ഒരു മാനേജർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം മാനേജർ എക്കണോമിസ്റ്റിൻ്റെ റോളിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ സ്പെസിഫിക് ഡിസിഷൻ എന്നും രണ്ടാമത്തെ ജനറൽ ടാസ്ക് എന്നും.
സ്പെസിഫിക് ഡിസിഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒന്നാമത്തെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ പ്രോഡക്റ്റ് നമ്മൾ എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ ഓരോ പ്രോസസ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്ങിൽ വരുന്നത്. അടുത്ത ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഡിമാൻഡ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാം. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിൽ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിൽ ചെയ്തിട്ടാണ്. അതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിൽ നടത്തുന്നു. അടുത്ത മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത്. അടുത്ത സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിലെ അസറ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ പോർട്ട്ഫോളിയോസ് അനാലിസിസ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഇതൊക്കെ മാനേജ് എക്കണോമിസ്റ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്ത പ്രൈസിങ് ഡിസിഷൻ. പ്രൈസിങ് ഡിസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു സാധനത്തിൻ്റെ പ്രൈസ് എത്ര രൂപയാണെന്ന് ഫിക്സ് ചെയ്യുന്നതിനാണ് പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതും മാനേജ് എക്കണോമിസ്റ്റിൻ്റെ ജോലിയാണ്. അടുത്ത ഇൻഡസ്ട്രി അനാലിസിസ്. ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് ബിസിനസ് എൻവയോൺമെൻറ്റ് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ അനാലിസിസ് നടത്തുന്നത്. ഇത്രയാണ് സ്പെസിഫിക് ഡിസിഷനിൽ വരുന്നത്. അടുത്താണ് ജനറൽ ടാസ്ക്. ബിസിനസ്സിനെ രണ്ട് തരം ഡിസിഷൻ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും രണ്ടാമത്തെ ഇൻറ്റേണൽ ഫാക്ടേഴ്സും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസ്സിന് പുറത്തുള്ള ഫാക്ടേഴ്സ്, ഇൻറ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസ്സിന് അകത്തുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇസ് ദ ജനറൽ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി എക്കണോമി സച്ച് ആസ് ദ ലെവൽ ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം, റീജിയണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് ഓൺ ഡൊമസ്റ്റിക് എക്കണോമി, ദ ബിസിനസ് സൈക്കിൾ എക്സെട്ര. അപ്പം ജനറൽ എക്കണോമിക് കണ്ടീഷനാണ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ വരുന്നതാണ് ലെവൽ ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം, റീജിയണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് ഓൺ ഡൊമസ്റ്റിക് എക്കണോമി, ബിസിനസ് സൈക്കിൾ എക്സെട്ര. The second important external factor is to find out the prospectus of demand for the product of the firm. രണ്ടാമത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യുക എന്നത്, ഫ്യൂച്ചർ ഡിമാൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അടുത്ത മൂന്നാമത്താണ് മാനേജ് എക്കണോമിക്സ് ആൾസോ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഈസ് എനിത്തിങ് വിച്ച് ഈസ് ഇൻഫ്ലുവൻസ് ദി ഇൻപുട്ട് കോസ്റ്റ് ഓഫ് ദി ഫാം. മാനേജ് എക്കണോമിസ്റ്റ് നമ്മുടെ ഫാമിൻ്റെ ഇൻപുട്ട് കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് മാനേജ് എക്കണോമിക്സ് ഡിറ്റർമിൻ ചെയ്യണം. അടുത്താണ് ദ മാർക്കറ്റ് കണ്ടീഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻ മാനേജ് എക്കണോമിസ്റ്റ് സ്റ്റഡി ചെയ്യണം. അടുത്ത മാനേജ് എക്കണോമിസ്റ്റ് ക്യാൻ ആൾസോ ഹെൽപ്പ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ദി ഷെയർ ഓഫ് ദി ഫേം ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ നമ്മുടെ ഫേമിൻ്റെ ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി മാനേജ് എക്കണോമിസ്റ്റ് സഹായിക്കണം. ലാസ്റ്റ്ലി ദ മാനേജറിയൽ എക്കണോമിസ്റ്റ് ഹാസ് ആൾസോ ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ദ സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി, ആനുവൽ ബഡ്ജറ്റ് ഓഫ് ദി ഗവൺമെൻറ് എക്സെട്ര. ഗവൺമെൻറ്റിൻ്റെ എക്കണോമി പോളിസി ആയിട്ടും സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി ആയിട്ടും ഗവൺമെൻറ്റിൻ്റെ ആനുവൽ ബഡ്ജറ്റുമായിട്ടൊക്കെ മാനേജ് എക്കണോമിസ്റ്റിന് ഒരു ടച്ച് എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സ്. മാനേജറിയൽ എക്കണോമിസ്റ്റ് ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് അബൌട്ട് ദി പ്രൊഡക്ഷൻ, സെയിൽ ആൻഡ് ഇൻവെൻറ്ററി ഷെഡ്യൂൾ ഓഫ് ദി ഫേം. ഹി നോട്ട് ഓൺലി പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദെയർ പ്രസൻറ്റ് ലെവൽ ബട്ട് ആൾസോ ട്രൈ ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്. മാനേജറിയൽ എക്കണോമിസ്റ്റ് ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ, സെയിൽ, ഇൻവെൻറ്ററി ഷെഡ്യൂൾ ഇതിനെപ്പറ്റി ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കണം. മാനേജറിയൽ എക്കണോമിസ്റ്റ് ഇതിൻ്റെയൊക്കെ പ്രസൻറ്റ് ലെവലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് മാത്രം നൽകിയാൽ പോരാ, ഇതിൻ്റെ ഫ്യൂച്ചർ ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ദ മാനേജ് എക്കണോമിസ്റ്റ് ഡിസൈഡ് ദ പ്രൈസിങ് ആൻഡ് പ്രോഫിറ്റ് പോളിസി ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ പ്രോഫിറ്റ് പോളിസി ഡിസൈഡ് ചെയ്യാൻ മാനേജ് എക്കണോമിസ്റ്റ് സഹായിക്കണം. ദ ഫേം ആൾസോ നീഡ് ദ ഹെൽപ്പ് ഓഫ് മാനേജ് എക്കണോമിസ്റ്റ് ഫോർ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ സഹായം ഒരു ഫേമിന് ആവശ്യമാണ്. ദസ് വി ഫൈൻഡ് ദാറ്റ് മാനേജ് എക്കണോമിസ്റ്റ് ഹാസ് എ വെരി സിഗ്നിഫിക്കൻ്റ് ആൻഡ് വാസ്റ്റ് റോൾ ടു പ്ലേ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഒരു മാനേജ് എക്കണോമിസ്റ്റിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയൊരു റോള് ഒരു ബിസിനസ്സിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മാനേജറിയൽ എക്കണോമിസ്റ്റ്. ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ഹെൽപ്പിംഗ് ടു അച്ചീവ് ബിസിനസ് ഗോൾ. ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റ് ആ ബിസിനസ്സിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിരിക്കണം.
ഒരു ബിസിനസ്സിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നതാണ് ഒരു മാനേജർ എക്കണോമിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അടുത്ത രണ്ടാമത്തെ മേക്കിംഗ് അക്യുറേറ്റ് ഫോർകാസ്റ്റ്. മാനേജർ എക്കണോമിസ്റ്റ് ആ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡും ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും ഒക്കെ കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്യണം. വെറുതെ ഫോർകാസ്റ്റ് ചെയ്യല്ല ചെയ്യുന്ന, കയ്യിൽ വ്യക്തമായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വ്യക്തമായ ഡേറ്റ വെച്ച് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് മാനേജർ എക്കണോമിസ്റ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അടുത്ത മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ ഫോർകാസ്റ്റ് ഇഫ് നീഡഡ്. ഇപ്പോൾ നമ്മൾ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് വെച്ച സമയത്താണ് കൊറോണ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ച രീതിയിൽ ഡിമാൻഡ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേണ്ട ചേഞ്ചസ് വരുത്തുന്നു. അതാണ് ഈ പോയിന്റ് പറയുന്നത്, മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദി ഫോർകാസ്റ്റ് ഇഫ് നീഡഡ്. അടുത്തത് കീപ്പിംഗ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ഡേറ്റ റിസോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാനേജർ എക്കണോമിസ്റ്റ് ഡിസിഷൻസ് എടുക്കുന്നത് വെറുതെ കണ്ണും അടച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കുകയല്ല ചെയ്യുന്ന, കയ്യിൽ വ്യക്തമായിട്ടുള്ള ഡേറ്റ വെച്ച് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജർ എക്കണോമിസ്റ്റിന് എപ്പോഴും ഡേറ്റ റിസോഴ്സുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അടുത്ത ഏണിംഗ് ഫുൾ സ്റ്റാറ്റസ് ഇൻ ദ ബിസിനസ് ടീം. മാനേജർ എക്കണോമിസ്റ്റ് ആ ബിസിനസ് ടീമിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ടാസ്ക് കൊടുത്താലും അതിനെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മാനേജർ എക്കണോമിസ്റ്റിന് ഒരു ഫേമിൽ വളരെ വലിയ റോളാണുള്ളത്. ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലായാലും ഫോർവേഡ് പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലായാലും മാനേജർ എക്കണോമിസ്റ്റിന് വലിയ റോളാണ് ഉള്ളത്. അപ്പോൾ മാനേജർ എക്കണോമിസ്റ്റ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് തൻ്റെ റോള് നല്ല രീതിയിൽ ഫുൾഫില്ല് ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട പോയിന്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിച്ച് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.